ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അരവിന്ദ്. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചർച്ച നാളെ ലോക്സഭയിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ചയ്ക്ക് തുടക്കം കുറിക്കും. രാജ്യത്തെ തിരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങളെക്കുറിച്ചുള്ള ചർച്ച ലോക്സഭയിൽ മറ്റന്നാൾ നടക്കും. ലോകത്തിലെ തൊട്ടറിയാനാകാത്ത സാംസ്കാരിക പൈതൃകത്തിന്റെ സംരക്ഷണം ലക്ഷ്യമിട്ടുള്ള യുനെസ്കോയുടെ 20ാമത് അന്തർ സർക്കാർ തല സമിതി സമ്മേളനത്തിന് നാളെ ചുവപ്പുകോട്ടയിൽ തുടക്കമാകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉദ്ഘാടന സമ്മേളനത്തിൽ മുഖ്യാതിഥിയാകും. ഈ മാസം 13 വരെയാണ് പരിപാടി. സംസ്ഥാനത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിൽ പരസ്യപ്രചാരണത്തിന് ആവേശകരമായ പരിസമാപ്തി. നാളെ നിശബ്ദ പ്രചാരണം. ചൊവ്വാഴ്ചയാണ് വിധിയെഴുത്ത്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് ആദ്യഘട്ട വോട്ടെടുപ്പ്. രണ്ടാം ഘട്ടം ഈ മാസം 11-നും വോട്ടെണ്ണൽ 13-നും നടക്കും. തിരുവനന്തപുരം ജില്ലയിൽ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റികൾ, ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ നടന്ന കൊട്ടിക്കലാശത്തിൽ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ആവേശത്തോടെ പങ്കെടുത്തു. ആലപ്പുഴ ജില്ലയിലും ആവേശകരമായ കൊട്ടിക്കലാശമാണ് നടന്നത്. ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ 3 മുന്നണികളുടെയും റോഡ് ഷോ നടന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ജില്ലകളിലെ 117 പോളിംഗ് വിതരണ കേന്ദ്രങ്ങളിലും ഒരുക്കങ്ങൾ പൂർത്തിയായി. പോളിംഗ് സാമഗ്രികളുടെ വിതരണം നാളെ രാവിലെ 9-ന് ആരംഭിക്കും. ഉച്ചയോടുകൂടി പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയാകും. പഞ്ചായത്തുകളിൽ ബ്ലോക്ക് തലത്തിലും മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളിൽ അതത് സ്ഥാപന തലത്തിലുമാണ് വിതരണ കേന്ദ്രങ്ങൾ സജ്ജമാക്കിയിട്ടുള്ളത്. തദ്ദേശ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കായി എല്ലാ ബ്ലോക്ക്, മുനിസിപ്പാലിറ്റി വിതരണ കേന്ദ്രങ്ങളിലേക്കും KSRTC പ്രത്യേക ബസ് സർവീസ് നടത്തും. വയനാട് ജില്ലയിൽ ചൂരൽമല, മുണ്ടക്കൈ ദുരന്തത്തിൽപ്പെട്ട് ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്ക് വോട്ട് ചെയ്യാനും പ്രത്യേക വാഹന സൗകര്യം ഏർപ്പെടുത്തും. തദ്ദേശ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പോളിംഗ് സ്റ്റേഷനുകളായും വിതരണ സ്വീകരണ കേന്ദ്രങ്ങളായും പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരി അവധി പ്രഖ്യാപിച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. സംസ്ഥാനത്ത് ആദ്യഘട്ടം തിരഞ്ഞെടുപ്പ് നടക്കുന്ന ജില്ലകളിൽ 2535 പ്രശ്നബാധിത ബൂത്തുകളുണ്ടെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ. ഇവിടെ വീഡിയോ നിരീക്ഷണം സജ്ജമാക്കിയിട്ടുണ്ട്. 1ാം ഘട്ടത്തിനായി 244 വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ സജ്ജമാക്കിയതായും അദ്ദേഹം പറഞ്ഞു. സ്ത്രീ സുരക്ഷാ പദ്ധതി സംബന്ധിച്ച വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാനത്ത് നടപ്പാക്കാൻ പോകുന്ന സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടില്ലെന്ന് സർക്കാർ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചു. 2ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ജില്ലകളിലെ പോസ്റ്റ് ഓഫീസുകൾ നാളെ വൈകിട്ട് 6 വരെ തുറന്നു പ്രവർത്തിക്കും. തപാൽ ബാലറ്റിനുള്ള അപേക്ഷകളും തപാൽ ബാലറ്റുകളും അയക്കുന്നതിനും സ്വീകരിക്കുന്നതിനും വേണ്ടിയാണ് നടപടി. പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം 2ാം ഘട്ടത്തിൽ ഇതുവരെ 50,94,00,000-ലധികം എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തതായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതിൽ 50 കോടിയിലധികം ഫോമുകൾ ഡിജിറ്റൈസ് ചെയ്തു. കേരളത്തിൽ ഇന്ന് വൈകിട്ട് 6 വരെ ഡിജിറ്റൈസ് ചെയ്ത ഫോമുകളുടെ എണ്ണം 2,70,22,663 ഉയർന്നതായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. കാസർഗോഡ് ജില്ലയിൽ 100% ഡിജിറ്റൈസേഷൻ പൂർത്തിയായതായും അദ്ദേഹം പറഞ്ഞു. തിരികെ ലഭിക്കാത്ത ഫോമുകളുടെ എണ്ണം 21,45,011 ഉയർന്നിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അർപ്പോറ തീപിടുത്തത്തിൽ മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിന് ഉത്തരവിട്ട് ഗോവ സർക്കാർ. കഴിഞ്ഞ രാത്രി അർപ്പോറയിലെ ക്ലബ്ബിലുണ്ടായ തീപിടുത്തത്തിൽ 25 പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സംഘടിപ്പിക്കുന്ന മനുഷ്യാവകാശ ദിനാഘോഷം മന്ത്രി P. രാജീവ് ബുധനാഴ്ച തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് അധ്യക്ഷനാകും. ശബരിമല സന്നിധാനത്ത് ഇന്ന് സുഗമ ദർശനം നടത്തി തീർത്ഥാടകർ. 51,775 തീർത്ഥാടകരാണ് വൈകിട്ട് 4 വരെ ദർശനം നടത്തിയത്. 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചിത്രമായി ആൻമേരി ജാസിർ സംവിധാനം ചെയ്ത പാലസ്തീൻ 36 പ്രദർശിപ്പിക്കും. ഓസ്കർ പുരസ്കാരത്തിനായി ഔദ്യോഗികമായി തിരഞ്ഞെടുക്കപ്പെട്ട പലസ്തീൻ ചിത്രമാണിത്. ആൻമേരി ജാസിറിന്റെ വാജിബും ഇത്തവണ IFFKയിൽ പ്രദർശനത്തിനെത്തും. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ ഇന്ന് നടക്കാനിരിക്കുന്ന തൃശൂർ മാജിക് FC, മലപ്പുറം FC സെമിഫൈനൽ മാറ്റിവച്ചു. സുരക്ഷാ കാരണങ്ങളാലാണ് തീരുമാനം. ബുധനാഴ്ച നടക്കാനിരുന്ന കാലിക്കറ്റ് FC, കണ്ണൂർ വാരിയേഴ്സ് FC മത്സരവും മാറ്റിയിട്ടുണ്ട്. ഗുവാഹത്തി മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസ് കിരീടം ഇന്ത്യയുടെ സംസ്കാർ സാരസ്വതിന്. ഇന്ത്യയുടെ തന്നെ മിഥുൻ മഞ്ജുനാഥിനെ 21-11, 17-21, 21-13 സംസ്കാർ പരാജയപ്പെടുത്തിയത്. പ്രവാസികളുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനുള്ള പ്രവാസി കമ്മീഷൻ അദാലത്ത് ഈ മാസം 16-നും 17-നും തിരുവനന്തപുരത്ത് നടക്കും. തൈക്കാട് നോർക്ക സെന്ററിലെ പ്രവാസി കമ്മീഷൻ ഓഫീസിലാണ് അദാലത്ത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.